അന്തസ്സെന്ന് പറയണത് മറ്റുള്ളവർ എപ്പോഴാണോ നമ്മളെ നാണം കെടുത്തുക, അല്ലെങ്കിൽ എപ്പോഴാണോ മറ്റുള്ളവർ നമ്മളെ നിയന്ത്രിക്കാൻ വരിക എന്നുള്ള ഭാഗം ചിന്തിച്ച് ചിന്തിച്ച് നമ്മുടെ ഉള്ളിൽ നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കണതല്ല. എന്നിട്ട് ആ കഷ്ടപ്പാടിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഈ ലോകത്ത് മെറ്റീരിയലായിട്ടുള്ള അവസ്ഥ നേടാൻ വേണ്ടി നോക്കണതല്ല അന്തസ്സ്. അന്തസ്സെന്ന് പറയുന്നത് ജീവിക്കാനുള്ള ഞാൻ മനസ്സിലാക്കിയ എല്ലാ അറിവുകളും എന്നിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടും, അല്ലെങ്കിൽ മറ്റുള്ളവർ എത്രത്തോളം മോശക്കാരനാണ് ഞാനെന്ന രീതിയിൽ അവർ ചിത്രീകരിച്ചിട്ടും ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ കൈവിടാത്തത് കാണാൻ എനിക്ക് സാധിക്കുമ്പം അതാണ് അന്തസ്സ്. അതിനാണ് അന്തസ്സ് എന്ന് പറയാം. അവിടെ പിന്നെ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും കഷ്ടപ്പാടിൽ നിന്നല്ല, ചെയ്യുന്ന പ്രവർത്തികളെല്ലാം അതൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് അന്തസ്സ്.